എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയിട്ടുണ്ട്. പുള്ളി മിനുക്കി അതിനെ കറക്റ്റാക്കിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി, പറയാൻ പറ്റുന്നില്ല. എക്സ്പീരിയൻസ് ഇനിയും നല്ലത് പുതിയൊരു കാഴ്ചപ്പാടാണ്. നല്ല രീതിയിലേക്ക് വരാറുണ്ട്. കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്കയുടെ. പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂക്കയെക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ അർജുൻ അശോകനായിരുന്നു തരുന്നത്, കുറച്ച് കൂടുതൽ റോളുള്ളത്. പുള്ളിയുടെ പെർഫോമൻസ് അപാരമായിരുന്നു. മമ്മൂക്ക പിന്നെ ഓരോ ദിവസവും കൂടുന്നവരും എന്ത് ചെയ്താണ് ഇമ്പ്രവൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആർട്ട് വർക്ക് എങ്ങനെ ഉണ്ടല്ലോ? നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഓവറോൾ ഫിലിം എന്തായിട്ടുണ്ട്, ഒരു എഴച്ചിലുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ആ എഴച്ചിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗുഡ്, നല്ല സിനിമയാണ്. പുതിയൊരു അനുഭവമാണ് മമ്മൂട്ടിയുടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടില്ലല്ലോ, പണ്ട് കാലത്ത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും പുതിയൊരു അനുഭവമാണ്. നല്ല സിനിമ, ഭയങ്കരമായ എക്സ്പീരിയൻസ് ആണ്. അതെ, ഭയങ്കര എന്താ പറയുക, അത് മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്തൊരു ഭാവം ഇതിനകത്ത് കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ കഥ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ പോകുന്നത്. ആരാണ് ഇതിനകത്ത് നായകനായിട്ട് വരുന്നത്, ആരാണ് വില്ലനായിട്ട് വരുന്നതൊക്കെ വെളിവായി വരുന്ന ആ സന്ദർഭമൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്ക് ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്ത അനുഭവം. അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഡാർക്ക് റൂണായിട്ട് ഈ പടത്തിനെ കൂടുതൽ ഗുണം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. മമ്മൂട്ടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉള്ളെങ്കിലും ഉള്ളവർ നന്നായിട്ട് ചെയ്തു, എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല സെലക്ഷൻസാണ്. ഈ പ്രത്യേകിച്ച് ഭ്രമരം ഒരുപാട് ഇഷ്ടമായി. മമ്മൂട്ടിയുടെ അഭിനയം അടിപൊളിയാണ്. അതുപോലെ തന്നെ അർജുൻ അശോകൻ്റെ സൂപ്പർ പെർഫോമൻസാണ്. അതിൽ 3 കഥാപാത്രങ്ങളുണ്ട്, അത് 3 അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അഭിനയം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഇതുപോലെ ഒരു വെറൈറ്റി ഒരു അഭിനയമാണ്. പുള്ളി മിനുക്കി അതിനെ കറക്റ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു അഭിനയമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെ തോന്നുന്നില്ല. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സിനിമയാണ്, അടിപൊളിയാണ്, എല്ലാവർക്കും കാണാം. അസലായിട്ടുണ്ട് സിനിമ. മമ്മൂട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ, നന്നായിട്ടുണ്ട്. അതെ, അത് പഴയ ഓർമ്മകളൊക്കെ വന്നു. ഒറ്റക്ക് കണ്ടതിൻ്റെ സന്തോഷം ആദ്യമായിട്ട്. പിന്നെ ഏത് കഥാപാത്രവും നമുക്ക് ഏത് രീതിയിലാണ് അഭിനയിക്കുന്നതിന് ഒരു ഇല്ല, കണ്ടിരിക്കാന്നല്ല, ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി, പറയാൻ പറ്റുന്നില്ല. പ്രായത്തിലും എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പഴയ കാലത്തിലോട്ട് കൊണ്ടുപോയി. മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല, അതിലോട്ട് അലിഞ്ഞു പോയിട്ടുണ്ട്. അത് അവർ ഇൻട്രോസ് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ക്ലൈമാക്സിൽ അടുക്കും തോറും കുറേ നമ്മൾ പ്രായത്തെക്കാളും മറന്നിട്ടുള്ള അഭിനയിച്ചുകൊണ്ടിരിക്കും. അർജുൻ അശോകനും അത് ത്രൂ ഔട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു 4 to 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ, പക്ഷേ എല്ലാവരും അവരുടെ ക്യാരക്ടർ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഈ സെലക്ഷനൊക്കെ ഇങ്ങനെയുള്ള സെലക്ഷനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ, ഇത് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ തന്നെ മാറിപ്പോണ തരത്തിലുള്ള കഥകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ മമ്മൂക്കയാലും ഇപ്പോൾ ആരായാലും ഇങ്ങനത്തെ കുറേ കഥകൾ എത്രത്തോളം വന്നു അത്രത്തോളം നല്ലത്. 3 പേരേ ഉള്ളൂ സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ആർട്ട് ഫിലിമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. നല്ലൊരു ആർട്ട് ഫിലിം. കലാകാരൻ നല്ല ഭംഗിയായിരുന്നു, നല്ല മേന്മയായിരുന്നു, അതിനും സംശയമൊന്നുമില്ല, ഭംഗിയായിരുന്നു. പിന്നെ മേക്കിംഗ് ഒരു ഡാർക്ക് ടൂണാണല്ലോ, ആ ഒരു മേക്കിംഗ് ലെവലൊക്കെ അത് നമ്മുടെ പഴയ കാലഘട്ടത്തിലെ സിനിമയിലേക്ക് പോയ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ആണുണ്ട്. എങ്കിലും മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നു. പണ്ട് കേട്ടിട്ടുണ്ട്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടായിരുന്ന ആ ടെക്നിക്കിൽ നിന്ന് പുതുതായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കോട് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി നല്ലതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ആസ്വാദനം കിട്ടുന്നു.